ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ നമ്മൾ കുറച്ച് ലെവൽസ് വാച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു റേഞ്ച് 23,814 എന്നുള്ള ഈ ഒരു റേഞ്ച്, അതുപോലെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു ലോ 23,480 തൊട്ടിട്ട് 23,500 എന്നുള്ള ഈ ഒരു റേഞ്ച്. ഓക്കെ, പിന്നെ 23,250 എന്നുള്ള ഈ ഒരു റേഞ്ചും താഴത്തേക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇവിടേക്ക് ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ കോൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലൊരു പുൾ ബാക്ക് കിട്ടി ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിലുള്ള നമ്മൾ മുകൾക്കൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു ബിയറിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, സെയിം നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫോൾ ചെയ്യുന്നു, പുൾ ബാക്ക്, ഫോൾ, പുൾ ബാക്ക്, ഈ ഒരു സ്ട്രക്ചറിലാണ് മാർക്കറ്റ് ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ ഒരു സൈഡ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽസ് നോക്കുന്നത് ഫസ്റ്റ് 50,000 എന്നുള്ള ഈ ഒരു റേഞ്ച് തന്നെയാണ്. പിന്നെ അഗെയിൻ മുകൾക്ക് നമ്മൾ ഈ ഒരു റേഞ്ച് പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ഈ ഒരു ഹൈ. ഓക്കെ, പിന്നെ 50,000 എന്നുള്ള ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യും. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് ഒരു 46,500 ആ റേഞ്ചൊക്കെ നമ്മൾ ടാർഗറ്റായിട്ട് ഉദ്ദേശിക്കണേ. നമ്മൾ മുകൾക്ക് ഒരു എൻട്രി നോക്കുന്നത് വളരെ ക്വിക്കായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ളൊരു രീതിയിലായിരിക്കണം. കാരണം ഇവിടെയൊക്കെ സെല്ലേഴ്സ് ഓൾറെഡി ആക്റ്റീവ് ആണ്. ഈ ഒരു പോയിന്റിലൊക്കെ കണ്ടോ, നമ്മൾ ഈ റേഞ്ചൊക്കെ സെല്ലേഴ്സ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ മുകൾക്കുള്ള ട്രേഡ് ആണെങ്കിൽ വളരെ ക്വിക്കായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ ഈ ഒരു റേഞ്ചൊക്കെ നല്ല രീതിയിൽ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലൊക്കെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ അപ്പ് മൂവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, സമയം ഓൾമോസ്റ്റ് 12 മണി ആയിട്ടുണ്ട്. നമ്മൾ 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 നമുക്ക് SL ആണ് വന്നത്. അപ്പോൾ ലൈവ് ട്രേഡ് എടുത്തത് റെക്കോർഡായിട്ടില്ല. ഇതാണ് നമ്മുടെ ഓർഡർ വിൻഡോ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ 3 ട്രേഡ് എടുത്തു. 3 എൻട്രീസ് നമുക്ക് ലോസാണ് മേക്ക് ചെയ്തത്. ഓക്കെ, ടോട്ടൽ നമ്മളൊരു 10,000 റേഞ്ചിൽ ഇന്ന് നെറ്റ് ലോസിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ട്രേഡ് എടുത്തത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് നമ്മൾ ഈ ഒരു റേഞ്ച് ആയിരുന്നു വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, 23,485 എന്നുള്ള ഈ ഒരു റേഞ്ച്. ഓക്കെ, അത് മോർണിംഗ് തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊരു പാരാബോളിക് ടൈപ്പ് മൂവ് ആയതുകൊണ്ട് നമ്മളിവിടെ എൻട്രി എടുത്തില്ല. കാരണം ഇനി ഒരു പുൾ ബാക്ക് വന്നാലോ എന്ന് വെച്ചിട്ട് നമ്മൾ എൻട്രി ഒഴിവാക്കുകയാണ് ചെയ്തത്. ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. പിന്നെ മാർക്കറ്റ് ഒന്നുകൂടെ നല്ല രീതിയിൽ താഴത്തേക്ക് വന്നു. അഗൈൻ പുൾ ബാക്ക് എടുത്തിട്ട് ഈ ഒരു റെഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. പക്ഷേ നല്ലൊരു സഡൻ ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് നമ്മൾ SL ഹണ്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ഒന്നുകൂടെ മുകളിൽ പോയി നമ്മൾ ഈ ഒരു റേഞ്ചിൽ കറക്റ്റ് ഒരു റീടെസ്റ്റ് എടുത്തിട്ട് നമുക്കിവിടെ ഫിബിൻ്റെ റേഞ്ച് കൂടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു റേഞ്ചിൽ കറക്റ്റ് 0.5 റേഞ്ചിലാണ് റീടെസ്റ്റ് അടിച്ചിട്ടുള്ളത്. അഗൈൻ മാർക്കറ്റ് ഫോൾ ആവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിൽ നമ്മളെ SL ഹിറ്റായി. ഓക്കെ, ആ ഒരു ട്രേഡാണിത്. 23,500 പുട്ട് ഓപ്ഷൻ നമ്മൾ 200 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയത്. 195 നമ്മൾ എൻട്രി എടുത്തു. 174 നമ്മൾ എക്സിറ്റ് ചെയ്തത്. നമ്മൾ ടോട്ടൽ ഒരു 4,000 റേഞ്ചിൽ ആ ഒരു ട്രേഡിൽ ലോസ് മേക്ക് ചെയ്തു. ഓക്കെ, അഗൈൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് എൻട്രി എടുത്തത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇത്രയും ലെവൽസാണ് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50,000, അതുപോലെ ഈ ഒരു കൺസോൾട്ടേഷൻ പോയിന്റ്. ഓക്കെ, അതിൻ്റെ ഹൈ. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എൻട്രി എടുക്കുന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇത് നമുക്കൊരു സപ്ലൈ സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും ഈ ഒരു റേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ആയത്. താഴെ വന്നു, അതുപോലെ മുകളിൽ വന്നു. ആൻഡ് അഗൈൻ ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ മേക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് ഈ ക്യാൻഡിൽ കണ്ടാൽ മനസ്സിലാവും. അതിനുശേഷം മാർക്കറ്റ് ഫോളോ ചെയ്തു. ഇതൊരു നല്ലൊരു മറുബോസു ടൈപ്പ് ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ, ഒരു 10-10 മേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് അഗൈൻ ഒരു പ്രൈസ് റിജക്ഷൻ ക്യാൻഡിലൂടെ കണ്ടപ്പോഴാണ് നമ്മൾ പുട്ട് സൈഡിൽ ഒരു എൻട്രി എടുത്തത്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ കേസിലുണ്ടായ സെയിം അതുപോലെ വലിയൊരു ക്യാൻഡിൽ വന്നിട്ട് നമ്മൾ SL ഹിറ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരു 4,000 to 5 റേഞ്ചിൽ നമ്മൾ അതിലും ലോസ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓർഡർ വിൻഡോ കാണാൻ പറ്റും. നെറ്റ് നമ്മളൊരു 10,000 റേഞ്ചിൽ ലോസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് അപ്പറ്റൈറ്റിനുള്ള പോക്കറ്റ് സൈസിലുള്ള ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ട്രേഡ് എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി മേ ബി ഓപ്പർച്യൂണിറ്റി വന്നേക്കാം, പക്ഷേ നമ്മളത് ബോധേഡ് ആവുന്നില്ല. ഓക്കെ, മേ ബി ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിൽ മാർക്കറ്റ് മേ ബി മുകളിലേക്ക് പോയേക്കാം. പക്ഷേ നമ്മൾ എന്തായാലും എൻട്രി എടുക്കുന്നില്ല. നമുക്ക് ഏതൊരു ട്രേഡും വർക്ക് ചെയ്യാനും ഫെയിൽ ആവാനുള്ള സാധ്യത 50-50 ആണ്. അപ്പോൾ നമ്മൾ മേ ബി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എൻട്രി വന്നേക്കാം. പക്ഷേ അതുപോലെ അത് റിവേഴ്സ് ആവുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ഇവിടുന്ന് ഒരു ട്രാപ്പ് ആക്കിയിട്ട് അഗൈൻ മേ ബി താഴത്തേക്ക് വന്നാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അഗൈൻ നമ്മളെ ലോസ് വീണ്ടും വലുതാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ഡേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ് ഇന്നൊരു 10,000 റേഞ്ചിൽ ലോസിലാണ്. ലോസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, നോ പ്രോബ്ലം. നമുക്കത് ഈസിലി നമുക്ക് 1-2 ട്രേഡ് കൊണ്ട് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ലോസേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും 1:3 എന്നുള്ള അല്ലെങ്കിൽ 1:2 എന്നുള്ള റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിലി റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ലോസിനൊക്കെ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ലോസ് ഇല്ലാതെ നമുക്ക്, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യൽ ഇമ്പോസിബിൾ ആണ്. നമ്മൾ എത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് നമ്മൾ നോക്കി കഴിഞ്ഞാലും ലോസ് എന്തായാലും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ലോസ് നമ്മൾ ഒരിക്കലും വലുതാക്കിക്കൊണ്ടേ ഇരിക്കരുത്. നമുക്ക് പോക്കറ്റ് സൈസിനുള്ള ലോസ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെയുള്ള ട്രേഡ്സ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ 1:2 അല്ലെങ്കിൽ 3 ഒക്കെ ഫോളോ ചെയ്തിട്ട് ഈസിലി നമുക്കത് റിക്കവർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവേ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.